നമസ്കാരം. ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പുതുവർഷത്തോടനുബന്ധിച്ച് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അർപ്പിച്ച വിശുദ്ധ ബലിമധ്യേ ലോകമെമ്പാടും സമാധാനവും സാഹോദര്യവും പുലരുവാൻ ലിയോ 14 മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിന്റെ തിരുനാൾ ദിനത്തിൽ നടന്ന ചടങ്ങിൽ ആയുധമില്ലാത്തതും നിരായുധീകരിക്കുന്നതുമായ സമാധാനം എന്ന പ്രമേയത്തിലൂന്നിയാണ് അദ്ദേഹം തന്റെ സന്ദേശം നൽകിയത്. ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയും മാത്രമേ ലോകത്ത് മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കൂവെന്ന് ഓർമ്മിപ്പിച്ച മാർപ്പാപ്പ യുദ്ധക്കെടുതി അനുഭവിക്കുന്നവർക്കായി പ്രത്യേകം പ്രാർത്ഥിച്ചു. 2025 ജൂബിലി വർഷം നൽകിയ പ്രത്യാശയും ആത്മീയ ഊർജവും വരും വർഷങ്ങളിലും ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കണമെന്നും ഹൃദയങ്ങളിൽ നിന്ന് വിദ്വേഷം വെടിഞ്ഞ് സമാധാനത്തിന്റെ വക്താക്കളാകാൻ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. യുവ കത്തോലിക്കരും വിവിധ ക്രൈസ്തവ സഭകളിൽ നിന്നുമായി ആയിരങ്ങൾ പങ്കെടുത്ത 48ാമത് യൂറോപ്യൻ മീറ്റിംഗിന് ഇന്ന് സമാപനമാകും. ഡിസംബർ 28-ാം തീയതിയാണ് സമ്മേളനം ആരംഭിച്ചത്. സമ്മേളനത്തിൽ 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 15,000 യുവജനങ്ങളിൽ യുദ്ധഭൂമിയായ യുക്രൈനിൽ നിന്നുള്ള 1000-ഓളം യുക്രൈനിയൻ യുവജനങ്ങളും പങ്കെടുക്കുന്നുണ്ട്. സഭയിലും മനുഷ്യ കുടുംബത്തിലും ഐക്യത്തിന്റെ അടയാളമായിരിക്കുക എന്ന ദൗത്യത്തോടെ 1940 സ്ഥാപിതമായ ടൈസ് എക്യുമെനിക്കൽ കമ്മ്യൂണിറ്റിയാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. പരിപാടിയിലൂടെ തങ്ങളുടെ അസ്തിത്വത്തിന്റെ ആഴങ്ങളിൽ ക്രിസ്തുവിനെ ശ്രവിക്കുവാനുള്ള ഒരിടം ഒരുക്കുകയാണ് ലക്ഷ്യമെന്നും ടൈസ് കൂട്ടായ്മ വ്യക്തമാക്കി. മെക്സിക്കോയിലെ വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കുറ്റവാളികളോട് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും മടങ്ങുവാൻ ആഹ്വാനം ചെയ്ത് ക്വർണവാക്ക രൂപത ബിഷപ്പും മെക്സിക്കൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് പ്രസിഡന്റുമായ മോൺസിഞ്ഞോർ റാമോൺ കാൻസ്ട്രോ. കുറ്റകൃത്യങ്ങളിലൂടെ ലഭിക്കുന്ന പണം ഹൃദയത്തെ ചുട്ടുപൊള്ളിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും കുറഞ്ഞ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വർഷമായിരുന്നു 2025എങ്കിലും രാജ്യത്ത് പ്രതിദിനം ശരാശരി 70 കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടെന്ന കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് കുറ്റവാളികൾ തങ്ങളുടെ തെറ്റായ വഴി ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മെക്സിക്കോയെ മികച്ചൊരു രാജ്യമാക്കാൻ ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ടെന്നും കുടുംബങ്ങൾക്കുള്ളിലും സമൂഹത്തിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും ബിഷപ്പ് തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. കത്തോലിക്ക സന്നദ്ധ സംഘടനയായ കാരിത്താസിന്റെ ജെറുസലേം ഘടകം ഉൾപ്പെടെ വിവിധ സന്നദ്ധ സംഘടനകളുടെ ഗാസയിലെ പ്രവർത്തനത്തിന് ഇസ്രായേൽ വിലക്ക്. സുരക്ഷാ കാരണങ്ങളാൽ നടപ്പിലാക്കിയ പുതിയതും വിവാദപരവുമായ രജിസ്ട്രേഷൻ സംവിധാനത്തിന് ആവശ്യമായ പെർമിറ്റുകൾ ഇല്ല എന്ന കാരണം ഉന്നയിച്ചാണ് 30-ലധികം NGO-കൾ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പ്രവർത്തിക്കുന്നത് തടയുവാൻ ഇന്നലെ പുതുവത്സര ദിനത്തിൽ ഇസ്രായേൽ സർക്കാർ ഉത്തരവിട്ടത്. ഭീകര ആവശ്യങ്ങൾക്കായി മാനുഷിക ചട്ടക്കൂടുകൾ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും ആവശ്യമായ സുരക്ഷ സുതാര്യത മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള നടപടിയെന്നാണ് ഇസ്രായേലി അധികാരികളുടെ വാദം. ചരിത്രം കുറിച്ച് സുപ്രസിദ്ധ വചന പ്രഘോഷകനും അമേരിക്കൻ വൈദികനുമായ ഫാദർ മൈക്ക് ഷിമിറ്റ്സിന്റെ ദ ബൈബിൾ ഇൻ എ ഇയർ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ആരംഭിച്ചിട്ട് 5ാം വാർഷികത്തോട് അടുക്കുമ്പോൾ ഏകദേശം 1 ബില്യണിനടുത്ത് പോഡ്കാസ്റ്റ് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അസെഷൻ ടീം കഴിഞ്ഞ ദിവസം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിനും വ്യാഖ്യാനത്തിനും ഇത്രമാത്രം സ്വീകാര്യത ലഭിക്കുമെന്ന് കരുതിയില്ല എന്നും ഫാദർ മൈക്ക് അറിയിച്ചു. രക്ഷാചരിത്രവും തിരുവെഴുത്തുകളിലെ വ്യാഖ്യാനവും മനസ്സിലാക്കുവാൻ ആളുകളെ സഹായിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രത്യേക വായനാ പദ്ധതിയാണ് ദ ബൈബിൾ ഇൻ എ ഇയർ. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.